ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1/2 കിലോ ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ശർക്കര പൊടിച്ചെടുത്തതാണ്. ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. നൂൽപ്പരം ഒന്നും ആവേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതി. ഉണ്ണിയപ്പത്തിന് നല്ല കളറ് കിട്ടാനായിട്ട് നല്ല ഡാർക്ക് കളറിലെ ശർക്കര എടുക്കുന്നതായിരിക്കും നല്ലത്. ചില ശർക്കരയിൽ നന്നായിട്ട് ഇതിൽ അഴുക്കുണ്ടാവാറുണ്ട്. ഇത് പതഞ്ഞ് വിങ്ങി വരുമ്പോൾ ആ പതം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. ശർക്കര നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലിങ്ങനെ നിറയെ പതകളിങ്ങനെ വരും. അത് നമുക്കിങ്ങനെ കോരി മാറ്റിയെടുക്കാം. നമ്മൾ ഈ ശർക്കരപ്പാനി ചൂടോടുകൂടി ഒഴിച്ചിട്ടാണ് മാവ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇത് ഉരുകിയതിന് ശേഷം നമ്മളിത് ചൂടാറാതെ മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരക്കൊത്തിട്ട് കൊടുക്കാം. അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഈ എള്ളിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അധികം ചൂടാക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കാനായിട്ടുള്ള പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് 2 കപ്പ് അരിപ്പൊടി. ഇത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയും പൊടിയാണ്. 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് മൈദയും 1/4 കപ്പ് റവയും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പഴത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ 2 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ചെറുപഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം ആയാലും മതി. 1 കപ്പ് അരിപ്പൊടിക്ക് 1 പഴം എന്ന രീതിയിൽ. ഇപ്പോൾ ഇത് 2 കപ്പ് ഉള്ളതുകൊണ്ട് 2 പഴം നമ്മൾ മിക്സിയിലൊന്ന് നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചൂട് പോയെങ്കിൽ ഒന്നുകൂടി ചൂടാക്കി എടുക്കണം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യത്തിന് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വേണം ഈ മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഒരു കപ്പ് ചൂടുവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഒരു ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാറ്ററിൽ നെയ്യ് ചേർത്തുകൊണ്ട് ഇതിന് നെയ്യുടെ ഒരു ചെറിയ ടേസ്റ്റും കൂടി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളിൻ്റെയും മിക്സ് നെയ്യോട് കൂടി തന്നെ ബാറ്ററിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് എല്ലാ ഭാഗത്തും ആവുന്ന വിധം ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ ഓയിൽ ചൂടായെന്നറിയാനായിട്ട് നമുക്ക് ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു വുഡൻ സ്പൂണിൻ്റെ ബാക്ക് ഭാഗമോ എണ്ണയിലേക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ അത് നന്നായിട്ട് ബബിൾസ് വരികയാണെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി എന്നാണ് അർത്ഥം. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മാവ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഓരോ ടേബിൾ സ്പൂൺ വീതം ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. വല്ലാതെ നിറച്ച് ഒഴിക്കരുത്, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഒഴിക്കാവും. നമ്മളിതിൽ സോഡാപ്പൊടി ചേർത്തതുകൊണ്ട് നന്നായിട്ട് ഇത് പൊങ്ങി വരും. അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പം മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഓയിലും ഒഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഉണ്ണിയപ്പം നന്നായിട്ട് വരില്ല. നമുക്കിതിൻ്റെ അടിഭാഗം നല്ല ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ മറിച്ചിടാം. ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് നന്നായിട്ട് ഇതുപോലെ മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ട് നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാൻ വേറൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവരും കയ്യിൽ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടാവണമെന്ന് ഇല്ല. ഉണ്ണിയപ്പച്ചട്ടി കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ ഏതെങ്കിലും ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവിയോ ഒരു സ്പൂണോ എടുത്തിട്ട് അതിൽ ചൂടെണ്ണ ഇങ്ങനെ ആക്കി അതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഒരുവിധം ഷേപ്പിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡയറക്റ്റ് ചിലപ്പോൾ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ പരന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുവിധം ഷേപ്പിൽ തന്നെ കിട്ടും. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഉണ്ണിയപ്പം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ച് ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് 2-3 ദിവസം ഇത് പുറത്ത് വെച്ചും ഉപയോഗിക്കാം. അതിലും കൂടുതൽ ദിവസം വയ്ക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി.
ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.